തിരുവനന്തപുരത്ത് ജനപ്രതിനിധിക്ക് നേരെ പോലീസ് നടത്തിയ നരനായാട്ട് ആസൂത്രിതം. വനിതാ സിവിൽ പോലീസ് ഓഫീസർമാർ ഇല്ലാതെ അസമയത്ത് വീടുകയറിയ പോലീസിന്റെ നീക്കത്തിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കടുത്ത അതൃപ്തി. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് BJP നേതൃത്വത്തിന്റെ തീരുമാനം. വിവരങ്ങളുമായി KB ശ്യാമപ്രസാദ് ചേരുകയാണ് തലസ്ഥാനത്ത് നിന്ന്. ശ്യാമ, ഈ ആസൂത്രിതമായ നരനായാട്ടിന്റെ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ജനം TV എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പല മാധ്യമങ്ങളും പല കഥകളും ഇതിന് പിന്നാലെ പടച്ചുവിടുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തം. ആ സമയത്ത് അതും പ്രത്യേകിച്ച് 8 വയസ്സ് 14 വയസ്സുള്ള 2 കുട്ടികളുള്ള വീട്ടിൽ, സ്ത്രീകളുള്ള വീട്ടിൽ ഒരു വനിതാ കോൺസ്റ്റബിളിന്റെ പോലും സാന്നിധ്യമില്ലാതെ പോലീസ് നടത്തിയ നരനായാട്ടിന്റെ വിവരങ്ങൾ അവർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അവരുടെ മാനസിക വ്യഥകൾ പറഞ്ഞിരുന്നു. ഒടുവിൽ അശ്വതി, സുഗതന്റെ ഭാര്യ അശ്വതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. എങ്ങനെയാണിപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന വിവരങ്ങൾ ശ്യാം? അശ്വതി രാഗെ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു ജനപ്രതിനിധിക്ക് നേരെ നടക്കാത്ത അല്ലെങ്കിൽ നടന്നുകൂടാത്ത ഒരു അസാധാരണമായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം രാത്രി അരങ്ങേറിയത്. അതിന് പിന്നാലെ ഉണ്ടായ സംഭവങ്ങളിലേക്ക് കൂടി പറയുമ്പോഴേക്കും കുറേയേറെ നിയമപ്രശ്നങ്ങൾ കൂടി ഇതിനുണ്ട്. നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം ഡിവിഷനിലെ കൗൺസിലർ കൂടിയായ R. സുഗതനെതിരെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പോലീസ് നരനായാട്ടം നടത്തിയത്. രാത്രിയോടുകൂടി തന്നെ വീട് അതിക്രമിച്ച് കയറുകയും ചെയ്തു. ഇദ്ദേഹം ഒരു കേസിൽ പ്രതിയാണെന്നുള്ള കാരണത്തിൽ മറ്റ് രേഖകളൊന്നും തന്നെ കാണിക്കാതെയാണ് പോലീസ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. ഈ നീക്കത്തിൽ ഇപ്പോൾ പോലീസ് സേനയ്ക്കിടയിൽ തന്നെ 2 അഭിപ്രായമുണ്ട്. നിലവിൽ ഇത്തരത്തിലൊരു കേസിൽ പ്രതിയാണെങ്കിൽ പ്രധാനമായ രേഖകളുണ്ടെങ്കിൽ ആ രേഖകൾ കാണിച്ചുകൊണ്ട് വേണം ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കാൻ എന്ന് തന്നെയാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലുള്ള അഭിപ്രായം. ഒപ്പം തന്നെ ഇത് DGP തലത്തിലടക്കം ഇക്കാര്യത്തിൽ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഒരു വിഭാഗം പോലീസുകാർക്കിടയിൽ നീക്കം നടക്കുന്നുണ്ട്. ഒപ്പം വനിതാ പോലീസുകാർ ഇല്ലാതെ തന്നെയാണ് അതിക്രമിച്ചൊരു വീട്ടിലേക്ക് ഈ പോലീസ് സംഘം, വട്ടിയൂർക്കാവ് പോലീസ് സംഘം കടന്നു ചെല്ലുകയും SHO വിപിനും SI അടക്കമുള്ള സംഘം ഇത്തരത്തിൽ അക്രമത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് മുന്നിൽ നിൽക്കുകയാണ് ജനപ്രതിനിധിയും ഇവരുടെ ഭർത്താവ് ആയ സുഗതന് നേരെ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തുകയും ചെയ്തത്. ഒപ്പം തന്നെ സുഗതൻ്റെ ഭാര്യ അശ്വതിക്ക് നേരെയും ഇത്തരത്തിൽ ആക്രമണം നടത്തുകയും കുട്ടികളുടെ മുൻപിൽ വെച്ച് ഇത്തരത്തിൽ ഒരു ഫയറിംഗ് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. പ്രധാനമായും പോലീസിൻ്റെ വാദമെന്ന് പറയുന്നത് ഇത്തരത്തിൽ കേസുകൾ പിടിക്കുമ്പോഴും ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതിയോടുകൂടി തന്നെ ഫയറിംഗ് സംവിധാനം അല്ലെങ്കിൽ ആ ഓർഡർ അടക്കം വാങ്ങിക്കൊണ്ട് തന്നെയാണ് എത്തിയതെന്നായിരുന്നു പോലീസിൻ്റെ വിശദീകരണം. എന്നാൽ അത്തരത്തിലൊരു മോബ് വയലേഷൻ ഉണ്ടാകുമ്പോൾ പോലും മാത്രമാണ് ഇത്തരത്തിലൊരു ഫയറിംഗ് സംവിധാനം ഉപയോഗിക്കേണ്ടി വരുന്നത്. എന്നാൽ ഇവിടെ അങ്ങനൊരു സ്ഥിതിവിശേഷമില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇത്തരത്തിലൊരു ഫയറിംഗ് സംവിധാനത്തിലേക്ക് പോലീസ് കടന്നതെന്നുള്ള ഒരു കാര്യം വിചിത്രമായൊരു വാദം തന്നെയാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും പോലീസിൻ്റെ ഇത്തരത്തിൽ അസാധാരണമായ നീക്കത്തിൽ തന്നെ DGP ഉൾപ്പെടെയുള്ളവർക്ക് അതൃപ്തിയുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം പ്രധാനമായും ഈ വട്ടിയൂർക്കാവ് പോലീസ് സംഘത്തിന് നേരെ ആവശ്യപ്പെടാനും സാധ്യതയേറിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സ്ഥലത്തെത്തിയ മേയർ കൗൺസിലർ വീട് സന്ദർശിക്കുകയും സുഗതൻ്റെ വീട് സന്ദർശിക്കുകയും ഒപ്പം തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സെക്രട്ടേറിയറ്റിലെത്തി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളും വട്ടിയൂർക്കാവിൽ മുൻപുണ്ടായ കാര്യങ്ങളും BJP പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങളും എല്ലാം വിശദീകരിക്കുകയും ചെയ്തു. എന്തായാലും സർക്കാരിൽ നിന്ന് ഒരു പ്രത്യേക അന്വേഷണം തന്നെ ആവശ്യപ്പെടുകയും ചെയ്യും. നിലവിൽ വട്ടിയൂർക്കാവിൽ ഇത്തരത്തിൽ അസാധാരണമായൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ട ആവശ്യം പോലീസിനില്ല. പ്രധാനമായും ഈ ഒരു ഉദ്യോഗസ്ഥൻ, അതായത് വട്ടിയൂർക്കാവ് SHO കൂടിയായ വിപിനും സംഘവും നടത്തിയ ആസൂത്രിതമായ നീക്കം തന്നെയാണ് ഇതിന് പിന്നിലെന്ന് തന്നെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അശ്വതി, വളരെ വ്യക്തമാണ്. അതായത് പോലീസ് നരനായാട്ട് അത് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലുണ്ടായതൊന്നുമല്ല, വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ്. തലസ്ഥാനത്ത് വാഴോട്ടുകോണത്ത് അവിടെ കൗൺസിലർക്ക് നേരെ നടന്ന അതിക്രമം, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരെ നടന്ന അതിക്രമം എന്നുള്ളതാണ് ശ്യാമപ്രസാദ് തലസ്ഥാനത്ത് പങ്കുവച്ച വാർത്തയുടെ വിശദാംശങ്ങൾ. അപ്പം ഒരു കാര്യം കൂടി പറയണം, ഇത് കൃത്യമായൊരു പ്രതികാര നടപടിയാണ്. കാരണം സംസ്ഥാനത്ത് ഇതിനു മുമ്പ് ആദ്യമായിട്ടല്ല ഒരു കൗൺസിലർ ഇത്തരത്തിൽ ഒരു അല്ലെങ്കിൽ അതുമാത്രമല്ല അശ്വതി, ഈ വട്ടിയൂർക്കാവ് പോലീസിനെതിരെ ആദ്യത്തെ സംഭവമല്ല. അതെ അതെ, അത് തന്നെയാണ്. പ്രത്യേകിച്ച് SI വിപിനെതിരെയൊക്കെ ഇതിനു മുൻപ്, അതായത് BJP നേതാക്കൾ അല്ലെങ്കിൽ BJP പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് വലിയ രീതിയിൽ പോലീസിനെ നരനായാട്ടം നടത്തുന്നത് ഇതിനു മുൻപ് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് BJP നേതാക്കൾ എന്നൊരു കാര്യം കൂടി നമ്മളൊന്ന് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഇത്തരത്തിൽ തോക്കെടുത്ത് വെടിവെക്കുക, അതിനുവേണ്ടി ഒരു കൗൺസിലറാണ്, ഒരു ജനപ്രതിനിധിയാണെന്നേ, അങ്ങനെയൊന്നും ഒളിവിൽ പോകാനോ അല്ലെങ്കിൽ അത്തരത്തിൽ അതിലും വേണ്ടി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരാളുമല്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത്? കൃത്യമായ ഉത്തരം നൽകിയേ മതിയാകും. എന്തായാലും ആഭ്യന്തര വകുപ്പിന്റെ നടപടി പ്രകാരം
മേലധികാരികൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് കൃത്യമായ വിശദീകരണം തേടുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ചെന്നിത്തല എന്തെങ്കിലും മിണ്ടുമോ എന്ന്.